ഇന്നൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിന്നോ അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പിന്നോ ഒക്കെ പറയാവുന്ന ഒരു സ്മൂത്തി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ കഴിക്കാവുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അതായത് നമ്മുടെ റാഗി ബനാന സ്മൂത്തി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമായിട്ട് 2 സ്പൂൺസ് ഓഫ് റാഗി പൗഡർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ 3 ഡേറ്റ്സ്, ബനാന, അതുപോലെ മിൽക്ക്, വാട്ടർ, കുറച്ച് ചിയ സീഡ്സ് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ സ്മൂത്തിക്ക് അപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ഈ റാഗിയും വാട്ടറും മിൽക്കും വെച്ചുകൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ റാഗി നമ്മൾ കുറുക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുക്കട്ടെ. അപ്പൊ നമ്മുടെ ബ്ലെൻഡറിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഡേറ്റ്സ് ആണ് ഇടുന്നത്. ഡേറ്റ്സ് ഓപ്പൺ ചെയ്ത് ഇതിൽ സീഡ് മാറ്റിയിട്ട് 3 ഡേറ്റ്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മധുരത്തോടു കൂടി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ബനാന, ഇതിലൊരു ഹാഫ് ബനാന യൂസ് ചെയ്താൽ മതിയാവും. വലിയ ബനാനയാണ്, അതുകൊണ്ട് ഹാഫ് ബനാന യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹാഫ് ബനാന നമ്മൾ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് കാണാം ഇത് ഒരു ലൈറ്റ് കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത്. അത് നമുക്ക് മൊത്തം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത്ര മതി. നമ്മുടെ സ്മൂത്തി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുപോലെയാണ് സ്മൂത്തി ഇരിക്കുന്നത്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമ്മുടെ സ്മൂത്തി അപ്പോൾ റെഡിയാണ്. ഇതിങ്ങനെ കഴിക്കാം. അല്ല, ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് ചിയ സീഡ് ആഡ് ചെയ്ത് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ കൊടുക്കണം. അഥവാ മുതിർന്നവർ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചിയ സീഡ്സും നട്ട്സും സീഡ്സും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഈസി സ്മൂത്തി റെഡി ആയി കഴിഞ്ഞു. ഇത് എത്ര മിനിറ്റ് എടുത്തു? 2 മിനിറ്റ്സ് അല്ലെ? ഇതിനുള്ളിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് അയേൺ റിച്ച് ആയിട്ടുള്ള ഒരു സ്മൂത്തി റെസിപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ കൂടെ ചിയ സീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സും ആന്റി ഓക്സിഡന്റ്സും ഒക്കെയുള്ള നല്ലൊരു സ്മൂത്തി ആവും. അതുപോലെ തന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് നമുക്കിതിന്റെ സ്മൂത്തിയുടെ ന്യൂട്രീഷ്യസ് വാല്യൂ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഇത് ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ തന്നെ ഇങ്ങനെ തന്നെ വളരെ ന്യൂട്രീഷ്യസ് ആണ്. നമ്മുടെ ബനാന ആണെങ്കിലും ഡേറ്റ്സ് ആണെങ്കിലും അതുപോലെ റാഗി വളരെ ഗുഡാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കൊണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.